നമസ്കാരം. ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സൈഡിൽ കാണുന്ന ബെല്ലൈക്കനിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അരിയോടൊപ്പം ചില വസ്തുക്കൾ കൂടി ചേർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും വന്നു ചേരുന്നതായിരിക്കും. അത് ഏതൊക്കെ വസ്തുക്കളാണെന്ന് നോക്കാം. ഇതിന് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ വീട്ടിലെ അരിപാത്രത്തിലെ അരി തീരുന്നതിന് മുൻപ് തന്നെ അരി കടയിൽ നിന്ന് വാങ്ങിച്ച് സൂക്ഷിക്കുക. അല്ലെങ്കിൽ ചാക്കിലെ അരി തീരുന്നതിന് 2 ദിവസം മുന്നേ തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച് വെക്കുക. നിങ്ങളുടെ വീട്ടിലെ അരി തീരുന്നതിന് മുൻപ് തന്നെ വാങ്ങിക്കുക എന്നാണ് ഐതിഹ്യം. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായും സമ്പത്തും സമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്നതായിരിക്കും. ഈ കർമ്മം ചെയ്യേണ്ട ദിവസം അമാവാസി അല്ലെങ്കിൽ പൗർണമി ദിവസത്തിലാണ് ഈ കർമ്മം ചെയ്യേണ്ടത്. ഈ കർമ്മം ചെയ്യേണ്ട സമയം രാവിലെ 4 മണി തൊട്ട് 6 മണിക്ക് മുൻപാകെ ചെയ്യണം. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, വെളുപ്പിനെ എണീറ്റ് കുളിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വൈകുന്നേരം സമയങ്ങളിലും ഈ കർമ്മം ചെയ്യാം. അതായത് വിളക്ക് കത്തിച്ച ശേഷം വിളക്ക് അണയ്ക്കുന്നതിന് മുൻപാകെ ഈ കർമ്മം ചെയ്യാവുന്നതാണ്. ഈ കർമ്മത്തിന് വേണ്ട സാധനങ്ങൾ: ഒരു മഞ്ഞ കളറിലെ തുണി, ഒരു മഞ്ഞത്തുണി, ഒരു മഞ്ഞളിൻ്റെ പീസ്, അടുത്തത് 3 ഒറ്റ രൂപ നാണയം, 3 ഒറ്റ രൂപയുടെ നാണയം, അടുത്തത് 5 ഏലക്ക. ഇതൊക്കെയാണ് ഈ കർമ്മം ചെയ്യാൻ വേണ്ടിയ സാധനങ്ങൾ. ഇനി ഈ കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. നിങ്ങൾ രാവിലെയോ വൈകുന്നേരമോ കുളിച്ച് ശുദ്ധിയായ ശേഷം മഞ്ഞ കളറിലെ തുണി എടുത്ത ശേഷം അതിലേക്ക് 3 ഒറ്റ രൂപയുടെ നാണയം ഇട്ട് വെക്കുക. അതിനുശേഷം 5 ഏലക്ക, അതിനുശേഷം ഒരു മഞ്ഞൾ പീസ്, ഒരു മഞ്ഞളിൻ്റെ പീസ് ഒരെണ്ണം. ഈ 3 സാധനങ്ങളും ഈ മഞ്ഞൾ തുണി ഇട്ടതിന് ശേഷം മഞ്ഞൾ തുണി നല്ലതുപോലെ പൊതിഞ്ഞ് മുറുക്കി കെട്ടി വെക്കുക. ഈ സാധനങ്ങൾ പുറത്തു പോവാതിരിക്കുന്ന വകയിൽ മുറുക്കി കെട്ടിവെക്കുക. അതിന് ശേഷം ഈ മഞ്ഞൾ തുണിയെടുത്ത് നിങ്ങളുടെ വീട്ടിലെ അരി സൂക്ഷിക്കുന്നത് എവിടെയാണോ, അത് അരിപാത്രത്തിലാണെങ്കിൽ അവിടെ, അതല്ലെങ്കിൽ അരിച്ചാക്കിലാണെങ്കിൽ അരിച്ചാക്കിൽ ഈ മഞ്ഞൾ തുണി ഇട്ട് വെക്കുക. ഈ സാധനങ്ങൾ പൊതിഞ്ഞ മഞ്ഞത്തുണി ഈ അരിപാത്രത്തിൽ ഇട്ട് വെക്കുക. നിങ്ങൾ ഈ കർമ്മം ചെയ്യുന്നത് പൗർണമി ദിവസമാണെങ്കിൽ അടുത്ത പൗർണമി ദിവസത്തിൽ ഈ 3 വസ്തുക്കൾ എടുത്ത് മാറ്റിയ ശേഷം അതിനു പകരം പുതിയ ഏലക്ക, 3 ഒറ്റ രൂപ നാണയം, ഒരു മഞ്ഞൾ പീസ് വെക്കേണ്ടതാണ്. ഈ മാറ്റിയ വസ്തുക്കൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കളയാവുന്നതാണ്. ഈ ഒറ്റ രൂപ നാണയം നിങ്ങൾ അമ്പലത്തിൽ കാണിക്കയായിട്ട് നിക്ഷേപിക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായി എല്ലാ മാസവും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ നല്ല സമാധാനം വന്നു ചേരുന്നതായിരിക്കും. സമ്പത്തും ഐശ്വര്യവും സമാധാനവും തീർച്ചയായും നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത നല്ല വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.